ഹലോ. അപ്പോൾ ഞാൻ സാധാരണ പുറത്ത് പോകുന്നതും അതുപോലെ തന്നെ മാളിലൂടെ എക്സ്പ്ലോർ ചെയ്യുന്നതും കറങ്ങുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ അകത്തെ കുറച്ച് വിശേഷങ്ങൾ ഇപ്പം ഞാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനിലാണ്. അപ്പോൾ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റും കുക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഇന്നത്തെ താരം എന്ന് പറയുന്നത് ബീഫ് കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള കുറച്ച് ബീഫ് കറി ഉണ്ടാക്കുന്ന തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു, എല്ലാം സൈഡിൽ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ എണ്ണ ഒഴിച്ച് ഉലുവായും പൊട്ടിച്ച് വേണ്ട സാധനങ്ങളെല്ലാം ഇട്ടതിന് ശേഷം നമ്മുടെ ഐറ്റംസ് പൊടികളും ഇട്ടു. ഞാൻ നമ്മുടെ സവോളയും ഉള്ളികളൊക്കെ അത്യാവശ്യം വഴണ്ടപ്പോൾ ഞാൻ പൊടികളും ഇട്ടു. എല്ലാം റെഡിയായി. പിന്നെ ചൂടുവെള്ളം ഒഴിക്കുക. ഒന്ന് പൊടിയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് അതിന് ശേഷം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫാണ്. അപ്പം വളരെ നമ്മുടെ നാടൻ ബീഫ്. അപ്പം ഈ ഒരു ബീഫ് കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കുറച്ച് ബീഫൊക്കെ തരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര പ്രഷ്യസ് ആയിട്ടാണത് വെക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് മാക്സിമം പറ്റാവുന്ന രീതിയിൽ മാക്സിമം ടേസ്റ്റി ആയിട്ട് അത് വെക്കാൻ നോക്കും. പാളിപ്പോകാതെ നല്ല രുചിയായിട്ട് വെക്കാൻ നോക്കും. ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു. ഇനി എന്ത് ചെയ്തു, കുക്കർ അടച്ച് വിസിൽ കേൾപ്പിച്ച് റെഡിയാക്കുക, കുക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ബീഫിൻ്റെ പരിപാടികളെല്ലാം ഇപ്പോൾ കഴിഞ്ഞു. ഇനി ബീഫ് നന്നായിട്ടൊന്ന് വെന്താൽ മതി. അപ്പോൾ കുറച്ച് സവോളയൊക്കെ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സവോളയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ബീഫ് നല്ല അടിപൊളി കേരള സ്റ്റൈൽ നാടൻ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ നിന്നൊക്കെ എടുത്ത് ഞാൻ ഒരു പാനിലേക്കൊക്കെ മാറ്റിയായിരുന്നു. പാനിലേക്കൊക്കെ മാറ്റിയതിന് ശേഷം നമ്മുടെ ടേസ്റ്റി ബീഫ് കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ വീക്കെൻഡ്സിൽ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആക്കാൻ നോക്കും. വീക്ക് ഡേയ്സിൽ തട്ടിക്കൂട്ടും, വീക്കെൻഡ്സിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ സന്തോഷം. എല്ലാവരുമായിട്ട് ഒരുമിച്ച് സന്തോഷമായിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ. അപ്പോൾ വീക്കെൻഡ്സിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും. ഇല്ലെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഹറിബറിയാണല്ലോ. ഞാനിപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനിലാണ്. അപ്പോൾ നല്ല അടിപൊളി ചായ റെഡിയാകുന്നു. പിന്നെ നമ്മുടെ ബീഫ് കറി, പിന്നെ പത്തിരി, നൈസ് പത്തിരിയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. നൈസ് പത്തിരിയാണ്. അപ്പോൾ ചായയും ബീഫ് കറിയും അതുപോലെ തന്നെ നൈസ് പത്തിരിയും. തേങ്ങാപ്പാൽ എടുത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വളരെ കുറച്ച് സ്പൈസി ആയിട്ട് ബീഫ് കറിയുടെ സ്പൈസും അതുപോലെ തന്നെ ചൂട് ചായയൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് കഴിക്കാം എന്ന് വിചാരിച്ചത് കൊണ്ട് ഇന്ന് തേങ്ങാപ്പാൽ എടുക്കുന്നില്ല എന്ന് വെച്ചു. എരിവുള്ള ബീഫ് കറിയാണ് ഇന്ന് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ്, ഞങ്ങളുടെ മാത്രമല്ലല്ലോ, നിങ്ങളുടെ ഓവറോൾ എല്ലാവരുടെയും തന്നെ ഫേവറേറ്റ് ആയിരിക്കുമല്ലോ നൈസ് പത്തിരിയും ബീഫ് കറിയൊക്കെ തന്ന ആരാ കഴിക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നല്ല ചൂട് പത്തിരി ചുട്ട് കാസ്ട്രോളിലോട്ട് വെക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ബീഫ് കറി വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ബീഫ് കറി വളരെ ടേസ്റ്റി ആയിരുന്നു. ആ ചായയും കൂടെ കൂട്ടി ഇത് കഴിക്കുമ്പോഴത്തേനും ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് കഴിക്കാനുള്ള ഐറ്റംസ് എല്ലാം ഞാൻ ടേബിളിലേക്ക് മാറ്റി. അപ്പോൾ ചൂട് ചായയും അതുപോലെ തന്നെ പത്തിരിയും ബീഫ് കറിയും എല്ലാം കൂടെ വെച്ചിട്ടുള്ള നമ്മുടെ കഴിക്കാനായിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. ടേബിളിലേക്ക് വെച്ച് എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പത്തിരിയും ബീഫും ആയതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലായിട്ടൊരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യം ഒഴിച്ച ചായ ഇക്കാക്ക് കൊടുത്തു. അപ്പോൾ ഇത് എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് കഴിക്കാനെടുത്തതാണ്. അപ്പം എനിക്ക് ഒരു ഗ്ലാസ് ചായ, പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്തതാണ്. എൻ്റെ ഈറ്റിംഗ് ടൈമാണ്. വളരെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ആസ്വദിച്ച് ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളുമാണ് ഞാൻ. അത് ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല, കൊച്ചിലെ മുതൽ എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ വളരെ ആസ്വദിച്ച് മാത്രം ഭക്ഷണം കഴിക്കുന്ന ഒരു ആളാണ്. എൻ്റെ വീട്ടിലുള്ളവർക്കും എൻ്റെ വീട്ടിൽപ്പെട്ടവർക്കും ഒക്കെ അറിയാം. അപ്പോൾ ഞാൻ ഭക്ഷണം അങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ്. ആസ്വദിച്ച് കുക്ക് ചെയ്യുന്നതും മറ്റുള്ളവർക്ക് കുക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരാളുമാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ